പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഒത്തിരി ദിവസം കൂടിയ വീഡിയോ ഇടുന്ന കാര്യം, ഇവിടെ നാട്ടിൽ വന്നിട്ട് ഈ ഒരു മാസം തന്നെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ടൊരു 10-12 പേര് മരിച്ചു. അപ്പോൾ ഈ മരണത്തിനൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടാനായിട്ടൊരു മൂഡില്ല. ഇന്നും നമ്മുടെ കുടുംബത്തിൽ ഒരു ആൾ മരിച്ചു. 83 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞിട്ട് പോകാം. നാളെയും ഇനിയൊരു മരണ ശുശ്രൂഷത്തിന് പങ്കെടുക്കണം, സംസ്കാര ശുശ്രൂഷയ്ക്ക്. എങ്കിലും ഇന്നൊരു വീഡിയോ ഇടുന്നത് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടുകൂടി ഇന്ന് 12:30 ഇന്ത്യൻ സമയം 12:30 വേണ്ടി കാത്തിരിക്കുകയാണ്. സ്പെയിനും അർജൻറ്റീനയുമായിട്ടുള്ള ഫുട്ബോൾ മത്സരത്തിന് വേണ്ടിയിട്ട്. ആര് ജയിക്കുമെന്നൊക്കെ ഭയങ്കര പ്രവചനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രവചനങ്ങൾക്കൊന്നും അർത്ഥമില്ല. കളിക്കുന്നവർ ജയിക്കും. ചിലപ്പോൾ കളിച്ചു കഴിഞ്ഞിട്ട് തന്നെ കളിയിൽ മുൻഗണന ഉള്ളവർ തന്നെ ചിലപ്പോൾ പുറമോട്ട് പോകും. കളിയിൽ മുൻതൂക്കമുള്ളവർ തന്നെ ചിലപ്പോൾ പുറമോട്ട് പോകും. അവരെല്ലായിരിക്കും ജയിക്കുന്നത്. കാര്യം നമ്മൾ ഇംഗ്ലണ്ടും അർജൻറ്റീനയുമായിട്ടുള്ള സെമി ഫൈനൽ നമ്മൾ കണ്ടതാണ്. ഇംഗ്ലണ്ട് നല്ലതായിട്ട് കളിച്ചു. പക്ഷേ ലാസ്റ്റ് മൂമെൻറ്റിലൊരു 7 മിനിറ്റ് കൊണ്ട് കളിയുടെ ഗതിയെ മാറിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ കളി നമ്മൾ പ്രവചനമൊന്നും നോക്കുന്നില്ല. പക്ഷേ നമ്മൾക്കൊരു ഇതനുസരിച്ച് അർജൻറ്റീന ജയിക്കണമെന്നാണ് ആഗ്രഹമെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്പെയിൻ ജയിക്കും എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാര്യം സ്പെയിനിൻ്റെ കളി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2010 തോന്നുന്നു സ്പെയിൻ ലോകകപ്പെടുത്തത്. ഞാൻ കംപ്ലീറ്റ് കളി കണ്ട വ്യക്തിയാണ്. സ്പെയിനിന് അങ്ങനെ അന്നത്തേക്ക് ഇതൊക്കെ മാറിപ്പോയി. പിന്നിപ്പോൾ സ്പെയിനൊക്കെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെയാണ്. അപ്പോൾ സ്പെയിൻ ജയിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ വിശ്വാസം നടക്കണമെന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ഇതാണ്, സ്പെയിൻ ജയിക്കും. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ കളി കാണുന്നവർക്കും നാളെ ഇത് ഹൈലൈറ്റ്സ് കാണുന്നവർക്കും ഒക്കെ ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്.